ഇതും ഉത്തർപ്രദേശിൽ തന്നെയാണ്. സഹാറൻപൂരിലെ ശാശ്വതി വിഹാർ കോളനിയിലെ ആ വീട്ടിൽ കിടന്നത് 5 മൃതദേഹങ്ങളാണ്. സർക്കാർ ജോലിക്കാരനാണ് കൊലയ്ക്ക് ശേഷം ജീവനൊടുക്കിയ അശോക് റാത്തോഡ്. കൊല്ലപ്പെട്ടത് അശോകിന്റെ ഭാര്യ അഞ്ജിത 37 വയസ്സ്, അമ്മ വിദ്യാവാട്ടി 70 വയസ്സ്, ഒപ്പം സ്വന്തം മക്കളായിട്ടുള്ള കാർത്തിക്കും 13കാരനായിട്ടുള്ള ദേവും. നാടൻ തോക്കുപയോഗിച്ചായിരുന്നു ഈ കൊലപാതകങ്ങൾ. അതിനുശേഷം സ്വയം 2 തവണ വെടിയുതിർത്ത് അയാൾ ജീവനൊടുക്കി. 3 നാടൻ തോക്കുകളാണ് സംഭവ സ്ഥലത്ത് നിന്ന് ഇയാളുടെ ശരീരത്തിൽ ഘടിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത്. അശോകിന്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ അത് നിലത്തായിരുന്നു. അമ്മയുടെയും മക്കളുടെയും മൃതദേഹങ്ങൾ കട്ടിലിലും, പോലീസ് പറയും. ये कंट्री मेड पिस्टल्स लग रही हैं. ये पिस्टल जो हैं वो लाइसेंसी तो नहीं अभी प्रथम दृष्टया पता चला है, तो कंट्री मेड पिस्टल्स हैं, तो उसको चेक किया जा रहा है. लोडेड पिस्टल्स हैं. നാടൻ തോക്ക്, അതുകൊണ്ടായിരുന്നു കൊലപാതകം. അശോകിന്റെ സഹോദരി ഭർത്താവ് ഈ വീട്ടിലുള്ളവരെ വിളിക്കാൻ എത്ര ശ്രമിച്ചിട്ടും കിട്ടാതെ വന്നതോടുകൂടിയാണ് അന്വേഷിച്ച് ആ വീട്ടിലേക്ക് എത്തുന്നത്. വാതിൽ തുറക്കാതെ വന്നതോടെ ജനൽ തകർത്താണ് അകത്ത് കയറിയത്. അപ്പോൾ കണ്ടതാണ് ഞെട്ടിക്കത്ത കാഴ്ച. फिर मैं वो गेट अंदर से बंद थे? हाँ, अंदर से बंद थे. उधर गेट के ऊपर ने उतर के मैं आया. हाँ. तो इधर के भी ये सब लोग था. ये भी सब अंदर से बंद थे? हाँ. फिर मैंने दूसरे लड़के को फोन किया, साड़ी का लड़के हैं, उनको बुलाया. तो वो आ गए. उसके बाद फिर हमने देखा कि भाई चढ़ने का तो कोई रास्ता है नहीं. फिर नीचे संजली मिली, इसमें नीचे पड़ी हुई. अच्छा. फिर उससे वो लड़का इधर ऊपर चढ़ाया यहाँ से. तो उसमें क्या लगता है, मतलब क्या मानसिक रूप से बीमार थे या क्या था मामला, या घर में कोई कलह था? नहीं, कलह तो कुछ नहीं था. तो मानसिक रूप से कोई दवाई वगैरह इलाज वगैरह चल रहा था इनको? नहीं, दवाई तो वो खा रहे थे चंडीगढ़ की. क्या मानसिक बीमार थे? मानसिक वाली. हाँ जी. डिप्रेशन में थे? डिप्रेशन वाली खा रहे थे. तो कितने, मतलब परिवार में कितने लोग थे इनके? ये 5 थे जी. 2 बच्चे थे? 2 बच्चे. एक 16 साल का था जी, एक 13 साल का था लड़का. अच्छा. और माता जी थी. माता जी की उम्र कितनी रही होगी? 65 के करीब. ആ വീട്ടിൽ മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. മാനസികാരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അശോകിന് ഡിപ്രഷന്റെ ചികിത്സയിലായിരുന്നു, മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള നല്ല അവസ്ഥയിലായിരുന്നു ആ വീട്ടുകാർ. സർക്കാർ ജോലിയുണ്ട് അദ്ദേഹത്തിന്. അതിന് പുറമെ ഈ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്ത് ലഭിക്കുന്ന ഇനത്തിൽ അശോകിന് നല്ല വരുമാനവും ഉണ്ടായിരുന്നു. ബന്ധുക്കൾക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായി ആ വീട്ടിലെ വാർത്ത, ആ വീട്ടിലെ കാഴ്ചകൾ. സംസാരിക്കാൻ വിസമ്മതിച്ച ഒരു 13കാരിക്ക് നേരെ നടത്തിയ ഒരു കൊടിയാക്രമണം ആസിഡ് കൊണ്ട്. അതിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.